ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ വീട്ടിൽ ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അവയോട് ഞാൻ ഏയ് സുധ, താൻ എന്താലോചിച്ച് നടക്കുക? താഴെ സ്റ്റെപ്പുണ്ട്, നോക്കി. താൻ കരയാണോ? എന്തു പറ്റി? റാം, എന്ത് എന്തു പറ്റി? എന്തിനാ കരയുന്ന? പെട്ടെന്ന് ഇതെന്തു പറ്റി? പോട്ടെ, കരയണ്ട. വെളിയിൽ നിൽക്കുമായിരുന്നോ? എന്തെങ്കിലും കണ്ട് പേടിച്ചമ്മോള്. എന്തു പറ്റി? ഡോ, തനിക്കെന്തു പറ്റി? ബാ, റൂമിൽ പോ. എന്താ പെട്ടെന്ന് കരയാൻ മാത്രം? ഒന്നുമില്ല, ഞാൻ റൂമിലോട്ട് പോവാ. നിൽക്ക്, ഞാനും കൂടെ വരാം. രാവിലെ ഒത്തിരി സന്തോഷത്തിലാണല്ലോ നിന്നത്. പെട്ടെന്ന് കുട്ടിക്ക് എന്ത് പറ്റി കാണും? താനെന്തിനാ കരഞ്ഞ? താനിപ്പോൾ ഓക്കെ ആണോ? ഞാൻ ഓക്കെ. ആ ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഇപ്പം എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും തൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണല്ലോ. എന്തു പറ്റിയടോ? അതെനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കണ്ണു പെട്ടെന്നറിയും. എന്നാ ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ വന്നത്? എന്തിനാ ഇപ്പോൾ ഈ കണ്ണ് നിറഞ്ഞ്? റാം, ഞാൻ തന്നെ കുറച്ച് നേരം ഒന്ന് ഹഗ് ചെയ്തോട്ടെ? അതിനെന്താ? എന്തു പറ്റി? ഏട്ടനെ പറ്റി വല്ലതും ആലോചിച്ചോ? പിന്നെ പഴയ കാര്യം എന്തെങ്കിലും? ഇല്ല, ഞാൻ ഓക്കെ. എനിക്കെന്താ ഉറങ്ങാൻ പറ്റാത്ത? നെഞ്ചൊക്കെ വല്ലാണ്ട് വരുവാണല്ലോ, ഒരു അസ്വസ്ഥത പോലെ. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചാലോ? ഇതിലിരുന്ന് വെള്ളവും തീർന്നു. റാം നല്ല ഉറക്കമാണല്ലോ, ഉറങ്ങട്ടെ. സൗണ്ട് എണിക്കാതെ കിച്ചണിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചിട്ട് വരാം, അതാണ് നല്ലത്. എല്ലാവരും ടൈമിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവും. ആരുമില്ലല്ലോ ഇവിടെ. കുടിച്ചിട്ട് പെട്ടെന്ന് പോവാം. ഇതെന്താ ഈ ലൈറ്റ് ഇങ്ങനെയാണ് കാണുന്നത്? ഇത് താഴെ വീഴുവോ? ഈശ്വര, ഇത് നോക്കിയിരിക്കാതെ അതിൻ്റെ താഴെ നിന്നിട്ട് മാറ്. റാം, തൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞല്ലോ. ഇതൊരുപാട് ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. സോറി, ഞാൻ കാരണമല്ലേ? ഏട്ടാ, കൈ നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോവാം. ഹേയ് ഇല്ല, റൂമിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, ഞാനത് ഇട്ടോളാം. നിങ്ങളാരും ഉറങ്ങിയില്ലേ? ചെന്നുറങ്ങിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ ലൈറ്റ് തൊടണ്ടെന്ന്. ചന്ദ്രു മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? അതെ, അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. ആ മുറിവ് കണ്ടിട്ട് ചെറുതാണെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് എയ്ഡിൽ ഒതുങ്ങില്ല എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. നിങ്ങളൊക്കെ പോയി കിടന്നു, ഞാൻ പോവാം. റാം, അബി, വേഗം പോയി വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹരി മോനെ, ചന്ദ്രു. ആൻറ്റി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് കരഞ്ഞ്, എനിക്കൊന്നും മനസ്സിലായില്ല. ചന്ദ്രു അവിടെ? മോനെ, ചന്ദ്രു ഹോസ്പിറ്റലില്ല. ലൈറ്റ് വീണപ്പോൾ അവൻ പിടിച്ചു, കൈ മുറിഞ്ഞു, ഒരുപാട് ബ്ലഡ് പോയി. അവൻ തല കറങ്ങി വീണു. അച്ഛനും അബിയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എനിക്കെൻ്റെ മോനെ. ആൻറ്റി ഇങ്ങനെ വിഷമിക്കല്ലേ? ഇതോ ആൻറ്റി കരയുന്നുണ്ട്, ഈ രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്ന് കരയുന്നുണ്ടില്ലേ? ഒന്നുമില്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിലേ കൊണ്ടുപോയത്. ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിക്കാം, എന്നിട്ട് ഞാൻ ആൻറ്റിയെ വിളിക്കാം, പോരെ? ഹരിയേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്ക് റാമിനെ കാണണം, പ്ലീസ്. ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ? അതിനെന്താ, നീ കരയില്ലേ? എൻ്റെ കൂടെ വാ. അവനൊന്നും ഇല്ലടി, ബ്ലഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പാനിക് ആയതായിരിക്കും. വാ. അങ്കിൾ, റാമിനിപ്പോൾ എങ്ങനെയുണ്ട്? മോളും അങ്ങ് പോന്നു. അവന് കുഴപ്പമില്ല, ഇപ്പൊ ഒബ്സർവേഷനില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ഇനിയെങ്കിലും ആ കരച്ചിലൊന്ന് നിർത്ത്. കാറി കയറി നേരം തൊട്ട് കരയാൻ തുടങ്ങിയതാ. ഞാനൊന്ന് ഡോക്ടറിനെ കണ്ടിട്ട് വരാം. പേടിക്കാൻ മാത്രമൊന്നുമില്ല. കയ്യിൽ 4 സ്റ്റിച്ചുണ്ട്. പിന്നെ കാല് വെയിറ്റ് താങ്ങാത്തതുകൊണ്ട് കുറച്ച് മസിൽ പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ശരിയാവണം. വേറെ കുഴപ്പമൊന്നുമില്ല. പേടിക്കാൻ മാത്രമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ്. അബി, എനിക്കൊന്ന് റാമിനെ കാണാൻ പറ്റുമോ? അങ്കിൾ പ്ലീസ്, ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ? അതിനെന്താ, മോള് പോയി കണ്ടോ. അവനിപ്പോ ഉറങ്ങാ, എന്നാലും മോള് കയറി കണ്ടോ. റാം, തനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടോ? എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി വന്ന? എൻ്റെ എല്ലാ പ്രോബ്ലംസിൻ്റെ ഇടയ്ക്ക് താൻ എന്തിനാ ഇങ്ങനെ കയറി വരുന്ന? അതുകൊണ്ടല്ലേ തനിക്കിങ്ങനെ? സോറി.
സുധമോള് ഒരുപാട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. പാവം. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. റാം, താൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് താൻ. ഉറങ്ങിക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. പേടിച്ചു പോയോ താൻ? എനിക്കൊന്നുമില്ലടോ. ബ്ലഡ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അപ്പോൾ ഉറക്കമായിരുന്നില്ലേ? ഞാൻ കരുതി ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തിനാ അതിനിടയിലേക്ക് വന്നത്? ഞാനപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇങ്ങനെ കരയാൻ താൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? ഞാനല്ലേ ഈ അവസ്ഥയിലാക്കി? എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വെള്ളം എടുക്കാൻ പോയപ്പോൾ എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ? എങ്കിൽ നീ ഈ കിടക്കുന്ന സ്ഥാനത്ത് ഇവളിവിടെ കിടന്നേനെ അല്ലേ? ഹരി, എന്നെ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? നീ ഡോക്ടറിനോട് പറഞ്ഞ് എന്നെ ഒന്ന് ഡിസ്ചാർജ് ആക്ക്. ഡിസ്ചാർജ് ചെയ്യാനോ? നിന്നെയോ? നിന്റെ കയ്യില് 4 സ്റ്റിച്ചാ ഉള്ളത്. അങ്ങനെ പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. വീട്ടിൽ പോയിട്ട് വീണ്ടും വർക്ക് ചെയ്യാനല്ലേ? കുറച്ച് ദിവസം ഇവിടെ കിടക്ക്, എന്നിട്ട് നമുക്ക് പതുക്കെ പോവാം. ഇല്ല, എനിക്കിവിടെ കിടക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം. പ്രോമിസ്. എനിക്കിവിടെ എന്തോ ഒരു ബാഡ് അറ്റ്മോസ്ഫിയർ പോലെ. ഹരിയേട്ട, റാമിനെ വീട്ടിൽ പോകണമെന്നാണെങ്കിൽ വീട്ടിൽ വിടുന്നതല്ലേ നല്ലത്. അവിടെ ഇയാളെ നന്നായിട്ട് കെയർ ചെയ്താൽ പോരെ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ കാല് 2 ദിവസം ഊന്നാൻ പറ്റില്ല. അതും വെച്ചിട്ട് വേണമെങ്കിൽ ഇവൻ ഓഫീസിൽ പോകും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കാലും കൈയൊക്കെ ശ്രദ്ധിക്കണമെന്ന്. റാമിന് ഞാൻ കെയർ ചെയ്തോളാം. അയാൾ നമ്മൾ പറയും പോലെ കേൾക്കും. കേട്ടില്ലേ ഹരി? അവൾ നോക്കിക്കോളും. പ്ലീസ്, എനിക്കിവിടെ എന്തോ പോലെ. ഞാൻ റെസ്റ്റ് എടുത്തോളാം. പ്രോമിസ് ആയിട്ട് നീ ഡോക്ടറോട് പറ. ഓ, അത് ശരിയാ. നിന്നെ ഇപ്പോൾ കെയർ ചെയ്യാൻ ആളുണ്ടല്ലോ. അത് ഞാൻ മറന്നു. ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ചന്ദ്രു, ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഇവിടെ കിടന്നിട്ട് പോയാൽ പോലെ? അതല്ലേ നല്ലത്? എനിക്കിവിടെ കിടക്കാൻ ഒരിതില്ല. എനിക്ക് വീട്ടിൽ പോകണം. ഡോക്ടറോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിലേക്ക് വിടാം, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, കാലും കൈയും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാല് മസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. 2 ദിവസം താഴെ ഊന്നണ്ട. അത് കഴിഞ്ഞ് നീരെപ്പോഴാണ് കുറയുന്നത് അതിനനുസരിച്ച് പതുക്കെ പതുക്കെ നടന്നോളൂ. 3 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ വരണം കയ്യിൽ. മനസ്സിലായോ? ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിടാം. ഞാനിതൊക്കെ ശ്രദ്ധിച്ചോളാം. 3 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാനും വരാം. ശരി ഡോക്ടർ. അച്ഛൻ കേട്ടോ, ഞാൻ പിടിച്ചോളാം ഏട്ടന്. മോളെ, ചന്ദ്രു അവൻ ഉറങ്ങിയോ? ഇല്ല അങ്ങളെ, ഉറങ്ങിയില്ല. ഫുഡ് കഴിച്ചില്ലല്ലോ. അത് കഴിച്ച് മെഡിസിൻ കൊടുത്തിട്ട് വേണം ഉറങ്ങാൻ പറയാൻ. മോള് അവനെ ഒന്ന് കെയർ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വർക്കിന് പോകാനാണെങ്കിൽ മോളത് സമ്മതിക്കരുത്. ഇത് അങ്കിളിൻ്റെ റിക്വസ്റ്റാണ്. ഇല്ല അങ്ങളെ, റാം നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഒക്കെ മാറിയിട്ടേ ഇനി വർക്കിന് പോവുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. മോള് അവനെ നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയോട് പറയണം. അവൻ ഞങ്ങൾ അതിനകത്ത് കയറ്റില്ല. അതാ. റാമിനെ നോക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആൻറ്റി വിഷമിക്കണ്ട. എന്താ റാം ഇത്? തനിക്ക് മെഡിസിൻ എടുക്കണ്ടേ? ആരും ഫുഡ് കൊണ്ടുവന്നപ്പോൾ എന്താ കഴിക്കാത്തത്? ഇങ്ങനെയാണെങ്കിൽ പെയിൻ കില്ലറൊന്നും ഞാൻ തരില്ല. അത് എനിക്ക് എന്തോ ഫുഡ് വേണ്ടാന്ന് തോന്നി. അതെന്താ? ഇനി വല്ല വ്രതം ഇരുന്ന് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം. വ്രതോ? അങ്ങനെയൊന്നുമില്ല. അല്ല, താൻ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാനിരുന്നപ്പോഴാണ് അനു വന്ന് പറഞ്ഞേ അവളുടെ ചന്ദ്രേട്ടൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു എന്ന്. പിന്നെ 2 ആൾക്കുള്ള ഫുഡ് എടുത്തോണ്ട് ഞാനിങ്ങ് പോന്നു. എന്താ കഴിക്കേ? അല്ല, താൻ കഴിക്കുന്നില്ലേ? ഞാൻ താഴെ നിന്ന് നേരത്തെ കഴിച്ചു. താൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓ, അപ്പം കള്ളം പറഞ്ഞതാണല്ലേ കഴിച്ചില്ല അല്ല? അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ സാറ് കഴിക്കൂ. മതി, എൻ്റെ വയറ് ഫുള്ളായി. ഇനി കഴിച്ചാൽ പൊട്ടി പോവും. ഓക്കെ, മതി എങ്കിൽ മതി. അല്ല, മെഡിസിൻ പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തരൂ. അല്ലാതെ കൊടുക്കരുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിടന്നോ. സുധ, ഞാൻ നാളെ മുതൽ ഹരിയെ വിളിച്ചാലോ എന്ന് ആലോചിക്കുക. താൻ അനുവിൻ്റെ റൂമിലോട്ട് ഷിഫ്റ്റ് ആയിക്കോ. ഹരി ഉണ്ടെങ്കിൽ അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ റൂമിൽ നിൽക്കുന്നതിന് റാമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടല്ല, താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാ ഞാൻ ഹരിയെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇയാളോട് ആരാ പറഞ്ഞത്? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട.
കിടന്നു, ഞാൻ വാതിലടച്ചിട്ട് വരാം. ആ വാതിൽ അടയ്ക്കണ്ട. വാതിൽ അടയ്ക്കണ്ടെന്നോ? അതെന്താ? അത് ഞാനിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ വാതിലടയ്ക്കാറില്ല, അതാ. അതോ ഞാനിനി എങ്ങാനും തന്നെ വല്ലതും ചെയ്യുന്ന പേടിയാണോ? അതല്ല, വയ്യാണ്ടിരിക്കുമ്പോൾ വാതിലൊക്കെ അടച്ചാൽ എനിക്ക് ശ്വാസം മുട്ടും, അതാ. അല്ല, നീ എന്നെ എന്ത് ചെയ്യാൻ? അയ്യേ, ഞാൻ നിങ്ങളെന്ത് ചെയ്യാൻ? താൻ കയറി കിടന്നോ. ഇതാ വാതിലടച്ചിട്ടില്ല, ഞാൻ ഇറങ്ങാൻ പോവാ. സുധമോള് ഇതുവരെ പുറത്ത് വന്നില്ലല്ലോ. അവയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്നും അറിയാനൊരു വഴിയില്ലല്ലോ. എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇന്നലെ രാത്രി ഒരുപാട് നേരം രണ്ടുപേരും ഹോസ്പിറ്റലായിരുന്നല്ലേ, എണീക്കാൻ ലേറ്റ് ആവുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്. മണി 9 ഈശ്വര, 9 മണിയോ? ഇന്ന് ലേറ്റാണല്ലോ എണീറ്റത്. ചേ. താനൊന്ന് ഫ്രഷായിട്ട് അബിയെ വിളിച്ചാൽ എനിക്കൊന്ന് ഫ്രഷ് ആവായിരുന്നു. സോറി, റാം നേരത്തെ എണീറ്റെങ്കിൽ എന്നെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? താൻ ഉറങ്ങുന്ന കണ്ടിട്ട് വിളിക്കാൻ തോന്നിയില്ല. അത്ര ടയർഡായിട്ട് ഉറങ്ങും പോലെ എനിക്ക് തോന്നിയ, അതുകൊണ്ട് കിടക്കട്ടെ എന്ന് കരുതി. ഇപ്പോൾ സൺലൈറ്റ് മുഖത്തടിച്ചപ്പോൾ താൻ എണീറ്റു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്സ്, ഞാനിപ്പോൾ ഫ്രഷായിട്ട് വരാം. എനിക്ക് ധൃതിയൊന്നുമില്ല, പതുക്കെ മതി. എന്നിട്ട് അബിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോ. ശരി, ഞാൻ പോയി അബി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. രാവിലെ തന്നെ അമ്മയും മോളും എന്ത് ഗോസിപ്പാ പറയുന്നത്? എന്നെ പറ്റിയാണോ? ആ, മോള് വന്നോ? ചന്ദ്രു അവൻ എണീറ്റോ? പെയിൻ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ടെൻഷൻ അടിക്കണ്ട ആൻറ്റി, ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് നല്ല മാറ്റമുണ്ട്. അല്ല, അബി ഉറക്കം എണീറ്റില്ല ഇതുവരെ? അബിയേട്ടൻ എണീറ്റിട്ടുണ്ടാവും, ബട്ട് റൂമിൽ തന്നെ ആയിരിക്കും. എന്താ ചന്ദ്രേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പോയി വിളിക്കട്ടെ? വേണ്ടാനും, നീ ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ, ഇരുന്നോ. ഞാൻ തന്നെ അബിയെ പോയി വിളിക്കാം. എന്നാ നിങ്ങൾ തുടങ്ങിക്കോ. എനിക്ക് അകത്തേക്ക് വരാവോ? എന്താണോ ഈ രാവിലത്തെ? സുധയോ? വാ. താൻ ഫ്രീ ആണെങ്കിലൊന്ന് റൂം വരെ വരുമോ? റാമിനൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. സുധ, തനിക്കെപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ക്ഷമിച്ചൂടെ? അബി, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ അതൊക്കെ മറന്നു, നീയും മറക്കണം. അതൊക്കെ ഒരു പഴയ സ്റ്റോറി ആയിട്ടങ്ങ് കണ്ടാൽ മതി. എനിക്കിപ്പോൾ നിന്നോട് ഒരു ദേഷ്യവുമില്ല. ഇന്നലെ വരെ ആ കണ്ണിൽ ഞാൻ എന്നോടുള്ള ദേഷ്യമല്ലേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് നിനക്ക് എന്നോട് ക്ഷമിക്കാൻ എന്താ? ശരിയാ, ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ദൈവം മനുഷ്യർക്കല്ലേ ക്ഷമിക്കാനും പൊറുക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചു. പിന്നെ നിന്നോട് എനിക്കൊരു താങ്ക്സ് ഉണ്ട്. ആ വലിയ മനുഷ്യൻ എൻ്റെ ലൈഫിലായിട്ട് പറഞ്ഞു വിട്ടതിന്. നിന്നെ ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും റാം എൻ്റെ ലൈഫിലോട്ട് വരില്ലായിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. താൻ പറഞ്ഞ ശരിയാ. ഏട്ടൻ പാവം. തന്നെ സംരക്ഷിക്കാൻ ഏട്ടന് കഴിയും, എനിക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാവിലെ റാം എണീറ്റത്. അയാളിപ്പോൾ അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഒന്ന് അയാളെ ഹെൽപ്പ് ചെയ്തേക്ക്. ഏട്ടാ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചോ, ഞാനിന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, തൽക്കാലം ഇത്രയൊക്കെ മതി, താങ്ക്സ്. നീ കഴിച്ചില്ലല്ലോ, പോയി കഴിച്ചോ, പോക്കോ. ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? അന്ന് പറഞ്ഞില്ലേ ഈ വീട്ടിലുണ്ടായിട്ടും സംസാരിക്കാൻ നിനക്ക് ടൈമില്ലയെന്ന്. അത് ടൈമില്ലാത്തതുകൊണ്ടല്ല, ഏട്ടൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ ഞാനും അവനും തട്ടിയെടുത്തോ എന്നുള്ളൊരു ഫീലുള്ളിൽ. നീ എന്തൊക്കെയായി പറയുന്നത്? തട്ടിയെടുക്കാനോ? നിങ്ങളോ? അല്ല, ഞങ്ങളുണ്ടായതിനു ശേഷമല്ലേ അമ്മയച്ഛനും ഏട്ടനോട് കൂടുതൽ അകലം. അത് നിങ്ങളുണ്ടായതല്ല, നിങ്ങൾക്ക് മുന്നേ അവരെന്നെ അകലം പാലിച്ചാൽ നിർത്തിയത്, അല്ലാതെ നിങ്ങളല്ല. ഏട്ടന് ഒരിക്കൽ പോലും ഞങ്ങളോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ? ഏട്ടനെ സ്നേഹിക്കാതെ ഞങ്ങൾ അച്ഛനും അമ്മയും ചേർത്ത് പിടിച്ചതിന് ഞങ്ങളോട് ഒരിക്കൽ പോലും ദേഷ്യം? നീ എന്തൊക്കെയായി പറയുന്നത്? അനുവും നീയും എൻ്റെ കൂടെപ്പറപ്പല്ലേ, ഞാനെന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? എൻ്റെ ദേഷ്യം നമ്മുടെ പാരൻസിനോടാണ്. അത് നിങ്ങളെ സ്നേഹിക്കണോണ്ടല്ല, എന്നെ അകറ്റി നിർത്തിയോണ്ട് മാത്രമാണ്. അതത്രയേ ഉള്ളൂ. അവർക്ക് അതിനൊരു റീസൺ ഉണ്ടായിരുന്നെങ്കിലോ അത് മനസ്സിലാക്കിയ ഏട്ടൻ അവരോട് പോർക്കില്ലേ? ഞാൻ അവരുടെ മൂത്ത മോന. ഞാൻ കുറേ കാലം കരഞ്ഞില്ലേ, ഇനി അവരും കുറച്ച് കാലം കരയട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോൾ ഏട്ടൻ നീ കാണിക്കുന്നതൊക്കെ അവരോടുള്ള റിവഞ്ചാണല്ലേ? എൻ്റെ റിവഞ്ചിൽ നീയോ അനുവോ ഒന്നുമില്ല. കാരണം നിങ്ങളെൻ്റെ കൂടെ പുറപ്പാ. പക്ഷേ അച്ഛനും അമ്മയും അവരെന്നെ അകറ്റി നിർത്തിയതിന് ഞാൻ അവരെ കുറച്ചെങ്കിലും അകറ്റി നിർത്തണം. ഏട്ടനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ഏട്ടൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എനിക്കൊരു വലിയ സഹായമാണ് ചെയ്തത്.
ഏട്ടൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ജന്മം ആ തെറ്റിന്ന് ഞാൻ ഇതുവരെ ഫ്രഷായി കഴിഞ്ഞില്ലേ? കുറേ നേരമായല്ലോ ഇതിപ്പോൾ. ആഹാ, ഹോം നേഴ്സ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പോവാം. ഏട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ തന്നെ ഉണ്ടാവും. ഞാൻ വന്നതുകൊണ്ടാണ് അഭി പോകുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. താൻ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ആക്ച്വലി നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പാവാൻ വന്നതല്ല, റാമിന് ഓറഞ്ച് കൊണ്ടുവന്നതാ. ഓ, ഓറഞ്ച് കൊണ്ടുവന്നേണോ? എന്നാൽ ഏട്ടൻ ഓറഞ്ച് കഴിക്കേ. ബാത്റൂമിലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട, ഞാൻ പോവാം. നീ പോയി ഫുഡ് കഴിക്കേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താൻ ഫ്രഷായല്ലോ, ഇതാ ഓറഞ്ച് കഴിക്കേ. ശരി, മാഡം പറയുന്ന പോലെ. ഈ ഓറഞ്ച് ആൻറ്റി എൻ്റെ കയ്യിൽ തന്നു വിട്ടതാ, ചന്ദ്രുവിന് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓറഞ്ച് വേണ്ട, നീ അവരുടെ തന്നെ തിരിച്ചുകൊണ്ട് കൊടുത്തേക്ക്. അതെന്താ, ഇപ്പോഴല്ലേ താൻ ഓറഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ, പിന്നെ എന്ത് പറ്റി? ആൻറ്റി തന്നിട്ടുണ്ടാണോ? എനിക്കിപ്പോൾ ഓറഞ്ച് കഴിക്കാൻ മൂടില്ല, നീ ഇത് അവിടെ തന്നെ കൊണ്ട് കൊടുത്തേക്ക്. പെട്ടെന്ന് റാമിൻ്റെ മൂഡ് എങ്ങോട്ട് പോയി? സുധാ, ഞാൻ പറയുന്നേക്ക്, എനിക്ക് വേണ്ട. റാം, ഇന്നലെ രാത്രി ആൻറ്റി ഈ റൂമിൽ വന്നിരുന്നു, താനത് അറിഞ്ഞോ? എൻ്റെ റൂമിലോ? നോ ചാൻസ്. ഇവിടെ ഹരിയും നീയും അഭിയും അനുവും അല്ലാതെ വേറെ ആരും വരില്ല. അവർക്കാർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇന്നലെ ആൻറ്റി രാത്രി ഒരുപാട് വൈകി, ഏകദേശം നേരമൊക്കെ വെളുക്കാൻ സമയത്ത് ഇവിടെ വന്നിരുന്നു. തൻ്റെ കയ്യിലെ മുറിവിൽ ഒരുപാട് നേരം നോക്കി കരഞ്ഞു. പിന്നീട് തൻ്റെ നെറ്റിയിലൊരു ഉമ്മയും വെച്ചിട്ട് ആൻറ്റി ഇവിടെ നിന്ന് പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. അവർ ഈ റൂമിൽ വന്നതും എന്നെ തൊട്ടതൊന്നും എനിക്കറിയില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, റാം ഒന്നും അറിഞ്ഞില്ല. പക്ഷേ റാമിൻ്റെ കണ്ണീന്ന് കണ്ണീര് വരുന്ന മാത്രമേ ഞാൻ കണ്ടു. അത് എന്തിനായിരുന്നു? സുധാ, മതി. തനിക്കിപ്പോൾ എന്താ? ഞാൻ ഈ ഓറഞ്ച് കഴിക്കണം, ഇങ്ങത്താ. ഞാനൊന്നും പറയുന്നില്ല, ഇതാ കഴിച്ചോ. അപ്പോൾ ഈ കളി രാത്രി ഉറക്കമില്ലാതിരുന്നു, അതാണ് രാവിലെ എണീക്കാൻ ലേറ്റായത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. സുധാ, എൻ്റെ ഫോണിങ് എടുത്താ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഇതാ ഫോണ്, ഇതാ ഓറഞ്ച്. ഓറഞ്ചും കഴിച്ച് ഫോണും കളിച്ച് നല്ല കുട്ടിയായിട്ടിരുന്ന ഞാൻ പോവാണേ. അല്ല, മേഡം എവിടെ പോവുക? എന്നെ നോക്കിക്കൊള്ളാന്ന് ഡോക്ടറോട് നീയല്ലേ പറഞ്ഞ? അപ്പോൾ ഓറഞ്ച് എൻ്റെ വായിൽ വെച്ചതാ. വായിൽ വെച്ച് തരാനോ? അതെന്തിനാ? റാമിന് ഒറ്റ കയ്യിലല്ലേ മുറിവുള്ളൂ, മറ്റേ കൈ ഫ്രീ അല്ലേ? ഇല്ലല്ലോ, ഒരു കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്, മറു കയ്യിൽ എനിക്ക് ഫോണിൽ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ വസുന്ധര ഗ്രൂപ്പ് എന്നെക്കാളും മുന്നിൽ വരും. തൻ്റെ ഏട്ടനിട്ടുള്ള പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. ഈശ്വര, ഞാൻ ആ ഫോൺ എടുത്ത് കൊടുത്തത് എൻ്റെ ഏട്ടനിട്ട് പണിയാനാണോ ഇയാൾക്ക്? ഇതറിഞ്ഞ് കൊടുക്കില്ലായിരുന്നു ഞാൻ. എന്നാൽ പെട്ടെന്ന് ആ ഓറഞ്ചൊക്കെ എൻ്റെ വായിൽ വെച്ച് തന്നെ. ഇതാ കഴിക്കേ. ഈ റാമൻ ഇതിന് എൻ്റെ ഏട്ടനോട് ഇത്രയും ദേഷ്യം? പാവല്ല എൻ്റെ ഏട്ടൻ. ആ ഇതാ കഴിക്കേ. സുധാ, ഇതാ ഈ ബാക്കിൽ എന്തോ കടിച്ചു, ഒന്ന് ചൊറിഞ്ഞു തന്നെ. മനഃപൂർവ്വം ചെയ്യിക്കുകയാണല്ലേ? വച്ചിട്ടുണ്ട്. അനുവിനെ കൊണ്ട് ഞാൻ എൻ്റെ ചേട്ടനെ കെട്ടിക്കും, എന്നിട്ട് റാമിനെ കൊണ്ട് ഞാൻ എൻ്റെ ഏട്ടനെ അളിയാന്ന് വിളിപ്പിക്കും. നോയിക്കോ, അല്ലെങ്കിൽ ഞാൻ വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ നേരമായാലോ ചൊറിയുന്നു, ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ ചൊറിയാനൊക്കെ നിൽക്കുന്നത്? എൻ്റെ ഏട്ടൻ്റെ പണി കൊടുക്കാനല്ലേ നിൽക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ പോവാം. പോവല്ലേ, നിൽക്ക്. ഈശ്വര, എന്നെ അനു വിളിച്ചു, ഞാൻ പോവാം. പൊക്കോ.